മറുപടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ ശുഭപ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല. കിട്ടിയാൽ അത് നല്ലത് തന്നെ. പക്ഷേ അഥവാ നിഷേധ രൂപത്തിലാണ് തീരുമാനം വരുന്നതെങ്കിൽ നമ്മൾ അതുവരെ കാത്തു നിന്നാൽ വാക്സിൻ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ വൈകിപ്പോവും. അപ്പോൾ വേഗം തന്നെ വാക്സിൻ വാങ്ങാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. കേന്ദ്രം വാങ്ങിയാലും സംസ്ഥാനം വാങ്ങിയാലും നാട്ടിലെ ജനങ്ങൾക്കാണത് ഉപകരിക്കേണ്ടത്. സംസ്ഥാനം വാങ്ങുന്നതിൻ്റെ കാശിൻ്റെ കാര്യത്തിൽ പിന്നെ കേന്ദ്രം റീംബേഴ്സ് ചെയ്താലും മതിയല്ലോ. വാക്സിൻ കേന്ദ്രം തരുന്നത് നോക്കി കാത്തിരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഉൽപ്പാദക കമ്പനികളുമായി ഇതിനകം തന്നെ ചർച്ച നടത്തി നേരിട്ട് സ്വന്തമായി വാങ്ങാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. 1-ാം തീയതി മുതൽ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിൻ വിതരണം നടത്തും എന്നും നമ്മുടെ മുന്നിൽ അറിയിപ്പായിട്ട് ഉണ്ട്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്ന ഈ ദിവസങ്ങളിൽ ഈ പ്രഖ്യാപനങ്ങൾ നൽകുന്ന ആശ്വാസം നിശ്ചയമായിട്ടും വലുതാണ്. ഓക്സിജനും വാക്സിനുമൊക്കെ വിതരണം ചെയ്യുന്നതിൽ മറ്റിതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കോടതികളടക്കമുള്ളവ വിമർശിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആശ്വാസകരമാണ് കാര്യങ്ങൾ. പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെയും ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളും ആശങ്കകളുമുണ്ട്, സംശയങ്ങളുമുണ്ട്. കൂട്ടപരിശോധനയും മാസ് വാക്സിനേഷനും ദോഷമാണ് ചെയ്യുക എന്ന മുന്നറിയിപ്പ് IMA, KGMOA എന്നിവർ ഇന്ന് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനെ മുഖ്യമന്ത്രി തള്ളുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ. ഇക്കാര്യങ്ങളൊക്കെ ചേർത്താണ് നമ്മുടെ ചർച്ച. 2-ാം തരംഗത്തെ നമ്മൾ എങ്ങനെയാണ് കടക്കുക? കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞു നിൽക്കുകയാണോ? ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ SS ലാൽ, ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് ഒപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിലുമായിട്ട് ഈ ചർച്ചയിലുണ്ട്. CPM നേതാവ് മുൻ MP ശ്രീ A. സമ്പത്ത് തിരുവനന്തപുരത്ത് നിന്നും, ശ്രീ TP ജയേന്ദ്രൻ BJP നേതാവ് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ഞങ്ങളുടെ ചില അതിഥികൾ അവരവരുടെ വീടുകളിൽ സുരക്ഷിതമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മാസ്ക് വെക്കാത്തത്. ഞാനും ഡോക്ടർ സന്തോഷ് കുമാറും ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള AC സംവിധാനങ്ങളുള്ള സ്റ്റുഡിയോയിലായതുകൊണ്ട് ഞങ്ങൾ മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെക്കാത്ത ആളുകൾ അവരവരുടെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വീടുകളിലായതുകൊണ്ടാണ്. ആദ്യം നമുക്ക് ഡോക്ടർ SS ലാൽ, ഇത് ഈ പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇതോടുള്ള സമീപനം വെച്ച് ഈ 2-ാം തരംഗത്തെ നമ്മൾ എങ്ങനെ കടക്കുമെന്ന സംശയം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ട് ഈ IMAയും KGMOയും വളരെ പ്രധാനപ്പെട്ട 2 സംശയങ്ങൾ മുന്നോട്ട് വെച്ചുവല്ലോ. അതിൽ ഈ കൂട്ടപരിശോധന നടത്തുക എന്നത് ദോഷമാണ് ചെയ്യുക എന്നതിനെ മുഖ്യമന്ത്രി അടിയോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല, പരിശോധന നടത്തുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്ന്. അത് മുഖ്യമന്ത്രിയുടെ നിലപാടാണോ ശരി, അല്ലെങ്കിൽ കൂട്ടപരിശോധനയിൽ നിന്ന് പിന്തിരിയണം എന്ന നിർദ്ദേശമാണോ ശരി? മുഖ്യമന്ത്രി ഏറ്റവും അവസാനം ഈ കൂട്ടപരിശോധന നടത്തേണ്ടി വന്നത് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ്. അപ്പൊ നേരത്തെ തന്നെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു, IMAയും മറ്റ് പൊതുജനാരോഗ്യ സംഘടനകളുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി സംബന്ധിച്ചിട്ട് ഒരു ആരോഗ്യവകുപ്പ് ടെസ്റ്റ് ചെയ്തായിരുന്നു. മുഖ്യമന്ത്രി ഇടയ്ക്ക് വെച്ച് 2 മാസം മുമ്പ് ദിവസം 1 ലക്ഷം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് ദിവസം തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 75% RT-PCR ടെസ്റ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ പോയി. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കതിരിന്മേൽ വളം വയ്ക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് KGMOയും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ KGMO പറയുന്നത് അതിനുള്ള സൗകര്യങ്ങളില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് ലബോറട്ടറികളുടെ എണ്ണം കൂട്ടാതെ തുടക്കത്തിൽ തന്നെ 10-40 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കാര്യമായിട്ട് അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല. അപ്പൊ നിലവിലുള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ കുറവാണ്. അപ്പൊ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ സ്ഥാപനങ്ങൾ കൂട്ടുകയും ടെസ്റ്റ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ അത് വളരെ ശാസ്ത്രീയമായിട്ട് KGMO പറഞ്ഞാണ് ശരി. കാരണം ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് 4-5 ദിവസമായി കൂട്ടപരിശോധന നടത്തിയതിന്റെ റിസൾട്ടുകൾ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ആ റിസൾട്ടുകൾ വരാതിരിക്കുമ്പോഴാണ് വീണ്ടും 3 ലക്ഷം ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കൂട്ടപരിശോധന താങ്ങാൻ പറ്റാത്ത, ഹെൽത്ത് സിസ്റ്റത്തിനും ലബോറട്ടറികൾക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ടെസ്റ്റൊക്കെ പരിശോധിക്കാൻ എടുക്കേണ്ടതും ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാരാണ്. ആരെയും കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊണ്ടയിൽ നിന്ന് സ്രവം എടുക്കണമെങ്കിൽ അതിനും ആള് വേണം. അപ്പൊ അത് നമുക്ക് ഹെൽത്ത് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കൂട്ടപരിശോധന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് ചികിത്സകളെയും മറ്റ് പരിശോധനകളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് KGMO പറയാൻ ശ്രമിച്ചത്. അത് അവർ ശാസ്ത്രീയമായി പറഞ്ഞ ശരി തന്നെയാണ്. മാത്രമല്ല, ഈ ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ചില അസന്നിഗ്ധാവസ്ഥകളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്വകാര്യ ടെസ്റ്റുകൾ, പിന്നെ സ്വകാര്യ മേഖലയിൽ തന്നെ
ടെസ്റ്റ് ചെയ്തിട്ട് സമയത്ത് റിസൾട്ട് കിട്ടാത്തതിൻ്റെ വാർത്തകൾ ചില ജില്ലകളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് കാര്യത്തിൽ നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പോലും അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം, ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഹെൽത്ത് സിസ്റ്റത്തിന് ഒരു താങ്ങാവുന്നതിൽ കൂടുതൽ ആരോഗ്യ സംവിധാനത്തിന് സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്തു. അപ്പോൾ അതാണ് KGMA പറയാൻ ശ്രമിച്ചത്. അല്ല ടെസ്റ്റ് ചെയ്യണമെന്നല്ല അവർ പറഞ്ഞു. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ സന്തോഷ് കുമാർ, ഇവിടെ KGMA മുന്നോട്ട് വെച്ച, IMA മുന്നോട്ട് വെച്ച സംശയങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി മുന്നോട്ട് പോകുന്നതായിരിക്കുമോ നമുക്ക് ഗുണം ചെയ്യുക? നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ വലുതായിട്ടുള്ള സംഗതികളല്ലേ അവ? ടെസ്റ്റുകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോക്കസ്ഡായ ടെസ്റ്റിനുകൾക്ക് അപ്പുറത്തേക്ക് റാൻഡമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അതായത് സമൂഹത്തിലുള്ള ഈ പറഞ്ഞ ഇത് പിടിപെടാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് സിംറ്റം ഇല്ലാതിരിക്കുന്ന ആൾക്കാരെയും കൂടെ നമുക്ക് കിട്ടുമെന്നും, അപ്പോൾ അവരെയും കൂടെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ പറയുന്ന രോഗം ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ പടരാതിരിക്കാനായിട്ട്, വാസ്തവത്തിൽ ഈ പറഞ്ഞ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും രോഗം പടരാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പടരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് വാസ്തവത്തിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാക്സിമം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ടെസ്റ്റ് ചെയ്യുക. മാത്രമല്ല ഇന്നത്തെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലും നമ്മുടെ പോസിറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. 20% ഇപ്പോൾ ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 27,000 അടുപ്പിച്ച് 26,985 ഇന്നത്തെ പോസിറ്റീവായവരുടെ എണ്ണം. അപ്പോൾ ഇത് ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ട് പോലും 20% ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശരിക്കുള്ള അനുമാനം ബിറ്റ്വീൻ ഈ പറഞ്ഞൊരു 12% താഴേക്ക് നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ ഇനിയും ടെസ്റ്റ് കൂട്ടണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരു ഇൻഫറൻസ്, ആ കണക്കുകളുള്ള ഇൻഫറൻസ് ഇതാണ്. പക്ഷേ ഡോക്ടർ ലാല് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് മറുവശമുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, വേണ്ടി വരും. അതിപ്പോൾ ഓഗ്മെൻ്റ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റുകൾ, പ്രൈവറ്റ് ലാബുകൾ, സർക്കാർ ലാബുകൾ, അങ്ങനെ കിട്ടുന്നിടത്തോളം എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തേണ്ടതുള്ളതാണ് ഒരു സൈഡിലുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി വരുന്ന ദിവസങ്ങൾ ഈ 27,000 എന്നൊരു കണക്കെന്ന് വെച്ചാൽ വളരെയധികം സീരിയസ് ആയി നമ്മൾ എടുക്കേണ്ടതാണ്. ഇന്നലെ 22,000, ഇന്ന് 27,000, ഏകദേശം ഒരൊറ്റ ദിവസം കൊണ്ട് 5,000 ആണ് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഏകദേശം ഈ ഒരു അളവിൽ തന്നെയാണ് കേസുകളുടെ എണ്ണം കൂടുന്നത്. അപ്പോൾ നമ്മുടെ പീക്ക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മെയ് 1st വീക്കാണ്. ഇനി ഒരു 10 ദിവസം പോലും എടുത്താൽ പോലും നമുക്ക് ഈ പറയുന്ന ഒരു 5,000 പകുതി അല്ലെങ്കിൽ ഒരു 3,000 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈ 10 ദിവസം കൊണ്ട് ഇനി 30,000 കൂടാനുള്ള സാധ്യതയാണുള്ളത്. അതായത് പെർ ഡേ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 57,000 ഇല്ലെങ്കിൽ 60,000 അടുപ്പിച്ച് വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരു 10 ഒരാൾ പോസിറ്റീവായാൽ സാധാരണഗതിയിൽ ഒരു ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആവാൻ 10 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൊത്തം പോപ്പുലേഷൻ ലോഡ് എന്ന് പറയുന്നത് ടെസ്റ്റ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ലോഡ് എന്ന് പറയുന്നത് ആ സമയത്ത് മിക്കവാറും ഒക്കെ ഒരു 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഒക്കെ ഇടയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് 1% എടുത്താൽ പോലും 1% ICUവിലേക്ക് പോകുന്നതെന്ന് എടുത്താൽ പോലും നമുക്ക് അറിയാം 4,000 പേഷ്യൻസ് എങ്കിലും നമുക്ക് ICUവിലേക്ക് പോകേണ്ടി വരുമെന്ന് ധാരണ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ മേഖലയിൽ ICUയുടെ ബെഡുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2,665. ഇനിയിപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നോൺ കോവിഡും കോവിഡും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സ്ഥിതിഗതികൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോകുമോ എന്നൊരു സംശയം വാസ്തവത്തിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ്റെ പകുതി എടുത്താൽ പോലും അങ്ങനെ ഉണ്ടെന്ന് ധരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വാക്സിനേഷൻ ഇപ്പോൾ എടുത്താൽ പോലും നമുക്ക് അറിയാം അതൊക്കെ അതിൻ്റെ എഫക്റ്റ് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ വാക്സിനേഷൻ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഈ പറയുന്ന ഓക്സിജൻ്റെ കപ്പാസിറ്റി, ഇതെല്ലാം നോക്കി നടത്താനുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഇത്രയും കാര്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യണം. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വാസ്തവത്തിൽ പലപ്പോഴും തികയാതെ വന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് ഓൾട്ടർനേറ്റീവ്, പ്രൈവറ്റ് ആശുപത്രികളെ അടക്കം ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരും
പ്രൈവറ്റിലെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് ആശുപത്രികൾ മുഴുവനായി തന്നെ പലപ്പോഴുമൊക്കെ കോവിഡ് ആശുപത്രിയായിട്ട് പ്രൈവറ്റ് ആശുപത്രികൾ അടക്കം കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ വാസ്തവത്തിൽ ആവശ്യമാണ്. അല്ലാതെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ പകുതിയോ ഇല്ലെങ്കിൽ 20% എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാട് പലപ്പോഴും നടക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഓൾട്ടർനേറ്റ് പ്ലാൻസിനകത്ത് നമ്മളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ആ സമയത്ത് അങ്ങനെ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനൊരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ കമ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് അത് ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. ഇത് മുംബൈയിൽ നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മനസ്സിലായതാണ്. അവിടെയും ഇതേ സമാനമായ സ്ഥിതിയിലേക്ക് പോയപ്പോൾ ഈ പ്രൈവറ്റ് ആശുപത്രികളെല്ലാം സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു പ്ലാനാണ് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചത്. ഒരു പരിധിവരെയൊക്കെ നടന്നു. പക്ഷെ അവിടെ ഈ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയത് കൊണ്ട് അവിടെയും ഈ പറയുന്ന അതും തികയാതെ വന്ന ഒരു സിറ്റുവേഷനാണ് അവിടെയുള്ളത്. ശരി ഡോക്ടർ സന്തോഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാനൊന്ന് മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ സമ്പത്ത്, ഇവിടെ നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വാക്സിൻ സൗജന്യമായി തന്നെ വാങ്ങാനുള്ള നടപടികൾ തന്നെയും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഓക്സിജൻ കിട്ടാതെ പെടാപ്പാടുപെടുന്ന വിവരങ്ങൾ വരുമ്പോൾ ഇവിടെ ആശ്വാസത്തിൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ സന്തോഷ് കുമാർ വിശദീകരിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കെല്ലാവർക്കും അത് വിശദീകരിക്കുമ്പോൾ അറിയാവുന്നതുമാണ്. അപകടാവസ്ഥയിലേക്ക് നീങ്ങിയാൽ നമ്മളും മറ്റെല്ലാവരെയും പോലെ തന്നെ ആയിപ്പോകും എന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് നമുക്ക് വാക്സിൻ മാത്രമാണ് ഏക പരിഹാരം എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? ഈ 1-ാം തീയതി മുതൽ ആളുകൾക്കെല്ലാം കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണോ നമുക്ക്? സനീഷ്, ഒന്നാമത്തെ കാര്യം നേരത്തെ സനീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ മാസ്ക് ധരിക്കാതെ ഞങ്ങളുടെ 3 പേര് ഇരിപ്പുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർ ദയവായി തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെല്ലാം സുരക്ഷിതരായി അത്തരത്തിൽ ഒരു അടഞ്ഞ മുറികളിൽ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് AC മുറികളിലെല്ലാം കാര്യമായും അത്തരത്തിൽ ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ അങ്ങനെ വേദി പങ്കിടുന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി ഇവിടെ ഡോക്ടർ സന്തോഷ് കുമാറും താങ്കളും മാസ്ക് ധരിച്ചു തന്നെയാണ് ഇവിടെ ഒരു മാതൃക. അതുകൊണ്ട് ഈ ചർച്ചയിൽ ആദ്യന്തം നമ്മുടെ ഈ മാസ്ക്, സാനിറ്റൈസർ, ശാരീരിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ശരിയായ മലയാളമല്ലെങ്കിലും അത് അത്തരം കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് ഈ ആരോഗ്യ പ്രവർത്തകരും സർക്കാരും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങളും അത് നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായി അത് അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മളത് പരിപാലിക്കണം എന്നുള്ള സന്ദേശം നൽകാനായി കഴിയട്ടെ. രണ്ടാമത് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കാനായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് 18-ന്റെ മലയാളം ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നതെങ്കിൽ ഒരൊറ്റ നിമിഷം ശ്രീ സമ്പത്ത്, അവിടെ ചെറിയ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് കേൾക്കുമ്പോൾ വ്യക്തമാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്നത് ഇവിടെ ഒന്നുകൂടെ അത് ശ്രമിച്ച് വ്യക്തമാക്കാം. അതിനകത്ത് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ കേന്ദ്രം നേരിട്ട് വിതരണത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല എന്ന് ആ സംസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. ഓക്സിജന് വേണ്ടി വലിയ തോതിൽ ആശുപത്രികളുടെ തലപ്പത്തുള്ള ആളുകൾ കരഞ്ഞ് പറയുന്ന കാഴ്ചയും നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാതെ മാറി നിൽക്കുകയാണോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ പ്രശ്നം തന്നെയാണോ വാക്സിൻ ക്ഷാമമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്? സനീഷേ, അപ്രതീക്ഷിതവും അതിഭയാനകവുമായ ഒരു പകർച്ചവ്യാധിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഭാരതം. ഈ സമയത്ത് രാഷ്ട്രീയം അമിതമായി സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, കേരളവും ഇതിനെതിരെ രാഷ്ട്രീയമായിട്ട് ഇത്രയും കാലം പ്രതികരിച്ച കേരളം പോലും ഇന്ന് നമ്മുടെ അഭിവന്ദ്യരായ ഡോക്ടർമാരുടെ വാർത്ത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിഭയാനകമാണ് കേരളവും നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, കേരളം പോലുള്ള ഭാരതം പോലുള്ള ഒരൊറ്റ നിമിഷം ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ ചെറിയ ഈ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ശബ്ദം പലതും ഇങ്ങോട്ട് കയറി വരികയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, രണ്ടുപേരിലേക്കും വരാം. ശ്രീ ഡോക്ടർ ലാൽ, നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് ശരിയായതാണോ? മറ്റൊരു മാർഗം അവർക്ക് മുന്നിൽ ഇല്ല എന്ന് അവർ പറയുന്നത്, ആ ഭാഗത്തുള്ള ആളുകൾ പറയുന്നത് ശരിയായ കാര്യമായിരിക്കുമോ? ഈ നമ്മളിപ്പോൾ പണം കൊടുത്ത് വാങ്ങാം, അതിൻ്റെ ചർച്ചകളിലേക്ക് നീങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ
കേന്ദ്രം സൗജന്യമായിട്ട് നൽകുക എന്നത് സാധ്യമാകുന്നൊരു കാര്യമായിരുന്നോ? കേൾക്കാം. ഡോക്ടർ ലാലിനോടാണ്. ഓക്കെ, കേന്ദ്രത്തിന്റെ അല്ല ഡോക്ടർ ലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ എല്ലായിടത്തും ആ പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സന്തോഷ്, താങ്കളോട് ആ ചോദ്യം ആവർത്തിച്ചാൽ എന്താണ് പറയുക? കേന്ദ്രത്തിന് മറ്റൊരു മാർഗം അവർക്ക് സാധ്യമായിരുന്നോ? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സ്ഥിതി ദൗർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതുവരെയും വാക്സിൻ്റെ മുഴുവൻ ഉൽപാദനവും അതിൻ്റെ വിതരണവും ഒക്കെ കേന്ദ്രീകൃതമായിട്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വാസ്തവത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100 രൂപയ്ക്കൊക്കെ താഴെയാണ് ഗവൺമെൻറ്റിന് തന്നെ വാക്സിൻ ലഭിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അത് പ്രൊക്യൂർമെൻറ്റ് തീർച്ചയായിട്ടും വലിയ സ്കെയിലിൽ, ലാർജ് സ്കെയിലിൽ വാങ്ങിക്കുമ്പോഴാണല്ലോ എപ്പോഴും വില കുറയുക. ഇനിയിപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വമാകുമ്പോൾ ഒന്ന്, ഗവൺമെൻറ്റുകൾക്ക് ഇത് ഉൽപ്പാദകരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വില നിശ്ചയിക്കുവാനായിട്ട് പണിപ്പെടേണ്ടി വരും. കാരണം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് തന്നെ പല കപ്പാസിറ്റി ഉള്ളതാണ്. പൈസ കൂടുതൽ കൊടുക്കാൻ കഴിയാമെന്നുള്ള സർക്കാരുകളുണ്ട്, പൈസ കുറഞ്ഞിരിക്കുന്ന സർക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെയും ഈ പറയുന്ന ഈ വാക്സിന് വേണ്ടിയിട്ടുള്ള വില പേശൽ നടത്തുമ്പോൾ പലപ്പോഴും വില കൂടാനുള്ള സാധ്യത. അപ്പോൾ അത് ഇപ്പോൾ തന്നെ അറിയുന്നത് അവരുടെ കമേഴ്ഷ്യൽ റേറ്റ് ഏകദേശം 400 രൂപയാണെന്നുള്ളതാണ്. 100 രൂപയിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് 400 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ അവരുണ്ടാവുന്ന സാമ്പത്തികമായ ബാധ്യത വളരെ അധികമായിരിക്കും. കാരണം വലിയ ഒരു വാക്സിനാണ് ഈ 400 രൂപ എന്ന് പറഞ്ഞാൽ 2 ഡോസ് ആകുമ്പോൾ ഏകദേശം 800ഓളം രൂപയാവും. ഒരാൾക്ക് ഏകദേശം 600ഓളം രൂപ വ്യത്യാസം വരും. ഇത് കോടിക്കണക്കിന് ഇതാവുമ്പോഴേക്കും നമുക്കറിയാം അതിൻ്റെ ഒരു വലിയ ബാധ്യതയാവും. പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, മുഴുവൻ കാര്യങ്ങളുമൊക്കെ വലിയൊരു കയോസ് ആവാനുള്ള സാധ്യത അവിടെ. ഡോക്ടർ സന്തോഷ്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച, വിശദമാക്കിയ ആ കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ഉള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഈ നമുക്കുള്ള ICUകളെല്ലാം നിറയുന്ന സാഹചര്യം പോലും നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ ആകപ്പാടെ നമ്മുടെ മുന്നിൽ അതിനെ തടയാനുള്ളൊരു മാർഗ്ഗം ഈ വാക്സിൻ മാത്രമാണ്. വാക്സിനേഷൻ ഈ പറയുന്ന തടസ്സങ്ങളെല്ലാം കടന്നിട്ട് വാക്സിനേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ പറയുന്ന തരത്തിലൊരു ആശ്വാസം ഉണ്ടാകുന്ന നിലയെത്തുകയുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സമയമെടുക്കില്ലേ അതിന്? അല്ല, വാക്സിനേഷന്റെ വാസ്തവത്തിലുള്ള ഗുണം, വാസ്തവത്തിൽ ഇതിന്റെ പീക്ക് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പറയുകയാണ്. ഇതിന്റെ ഒരു പീക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് മെയ് ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാക്സിൻ എടുത്ത ആൾക്കാർ പോലും നമുക്ക് സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് മാത്രമേ, സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ മാത്രമാണ് ഒരു പൂർണ്ണ തോതിലൊരു പ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ വാക്സിനിൽ മാത്രമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ വേവിൻ്റെ ഒരു എഫക്റ്റിനെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. അതായത് വാക്സിനേഷൻ കൊണ്ട് മാത്രമായിട്ട് കഴിയില്ല. വാക്സിനേഷൻ എന്തായാലും നടക്കേണ്ട കാര്യമാണ്, അത് പാരലായി നടത്തേണ്ടതാണ്. കാരണം ഇനിയും ഈ പറഞ്ഞ ഈ വേവ് കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്തതും പിന്നെയും വരാം. ഈ വേവ് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ഈ പറഞ്ഞ താഴെ ഇറങ്ങാനും കുറേ നാൾ എടുക്കും. അപ്പോൾ എന്തായാലും വാക്സിനേഷൻ നടക്കേണ്ടതാണ്. പക്ഷേ വാക്സിനേഷൻ കൊണ്ട് മാത്രമായിട്ട് ഇത് നടക്കാൻ കഴിയില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സന്തോഷ് താങ്കളിലേക്ക്. ശ്രീ എ സമ്പത്ത് നമ്മുടെ സംസാരിക്കാവുന്ന സാഹചര്യമായെന്ന് തോന്നുന്നു. ശ്രീ സമ്പത്ത്, ഇവിടെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസം, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുള്ള നമുക്കതങ്ങ് ചെയ്യാം, നടപ്പാക്കാം എന്ന ആ ഒരു ആർജവം യഥാർത്ഥത്തിൽ ആ നിലക്ക് ഫലിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടോ? കേന്ദ്രം അടക്കം നൽകുന്ന സഹായങ്ങൾ അതിന് പര്യാപ്തമായതാണോ? സനീഷ്, ആദ്യമായി നേരത്തെ ഇതിലെ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഇപ്പൊ ഞങ്ങള് ചിലര് മാസ്ക് ധരിച്ചിട്ടില്ല. മാസ്ക് ധരിക്കാത്തത് കൊണ്ട് അതാണ് നോർമൽ എന്ന് ദയവായി നമ്മുടെ പ്രേക്ഷകർ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിങ്ങനെ അടച്ച മുറിയിലേക്ക്, ഡോക്ടർ ലാലായാലും അതുപോലെ തന്നെ ഇവിടെ ജയചന്ദ്ര മാസ്റ്റർ ആയാലും ഞാൻ സമ്പത്തായാലും ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരോടൊപ്പം പുറത്തല്ല. ഇപ്പോ ഇവിടെ സനീഷും ഡോക്ടർ സന്തോഷ് കുമാറും എല്ലാം ഇരിക്കുന്നത് പോലെ ഒരു AC മുറിയിൽ അല്ലാത്തത് കൊണ്ടാണ് നിർബന്ധമായും നമ്മുടെ ഈ പ്രേക്ഷകരായിട്ടുള്ളവരും ഇത് കേൾക്കുന്നവരും ആ ഒരു നല്ല സന്ദേശം ഇപ്പോൾ ഈ ന്യൂസ് 18 മുഖാന്തരം തന്നെ മാസ്കും സാനിറ്റൈസറും അതുപോലെ ശാരീരിക അകലം പാലിക്കാനും അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും ഇവിടെ ഡോക്ടർ സന്തോഷ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരും അങ്ങനെ സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകുന്നതായ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ എല്ലാവരും ദയവായി തയ്യാറാകട്ടെ. എല്ലാ കക്ഷി രാഷ്ട്രീയമായ പരിഗണനകൾക്കും അപ്പുറമായി ഇതാണ് എന്റെ ആദ്യത്തെ അഭ്യർത്ഥന.
എന്നുള്ളത്. ഇവിടെ ഡോക്ടർ സന്തോഷ് കുമാർ തന്നെ പറഞ്ഞു, ഇതിപ്പോ നേരത്തെ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു കാര്യമാണ്. നമ്മളുമെല്ലാം പലപ്പോഴും പല ചർച്ചകളിലും അത്തരത്തിൽ ആ ആശങ്ക പങ്കുവച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു രണ്ടാം വരവ് എങ്ങനെ ആയിരിക്കും നമുക്കാർക്കും അറിയില്ല. ഇതിന്റെ ആദ്യത്തെ വരവ് തന്നെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആദ്യത്തെ രോഗിയെ കേരളത്തിലാണ് കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഈ രോഗം പരത്തിയത് കേരളമാണ് എന്ന് പറയുന്നത്, വുഹാനിൽ ആദ്യം കണ്ടെത്തിയത് കൊണ്ട് ചൈനയാണ് പരത്തിയത് എന്ന് ആരെങ്കിലും പറയുന്നത് പോലുള്ള ഒരു കാര്യം പോലെ ആയിപ്പോകും. നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ തന്നെ ഞങ്ങളെ പോലുള്ളവരെ വല്ലാതെ വേദനിപ്പിച്ചത് സീതാറാം യെച്ചൂരിയുടെ മകൻ 35 വയസ്സ് പോലുമില്ല, അദ്ദേഹം ആശിഷ് യെച്ചൂരി അറിയാമല്ലോ, ന്യൂസ് 18 ഡൽഹിയിൽ അവിടെ മലയാളം ന്യൂസ് 18 അല്ല എങ്കിലും കുറച്ചുനാൾ അങ്ങനെ ജേർണലിസ്റ്റായി ന്യൂസ് 18 കൂടി ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ആരെയും ഏത് സമയത്തും കടന്നാക്രമിക്കാൻ കഴിയുന്നതായിട്ടുള്ളതാണ്. ഈ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുമല്ലോ, വെൻ ദ പ്രിഡേറ്റർ ഇസ് ഓൺ പ്രൗൾ, ലാലിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ നരഭോജി അത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഏത് നിമിഷവും ആരെയും പിടികൂടാം എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടർ സന്തോഷ് കുമാറും ഡോക്ടർ ലാലും എല്ലാം ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ അത്തരത്തിൽ ആ രംഗത്തുള്ള ആളല്ല, അവരുടെ മുമ്പിൽ ഞാൻ വിദ്യാർത്ഥി മാത്രമാണ്. ഇവിടെ കേരളം എന്നപ്പോ നേരത്തെ സനീഷ് പറഞ്ഞ ഞാൻ കേട്ടു, കേന്ദ്രം സൗജന്യമായി തരികയല്ല, കേന്ദ്രം സൗജന്യമായി തരികയോ, ഈ കേന്ദ്രം എന്നല്ല യൂണിയൻ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് സൗജന്യമായി തരികയോ സൗജന്യമായി തരാതിരിക്കുകയോ ആവട്ടെ, കേരളത്തിൽ നേരത്തെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തൊരു നിലപാടുണ്ട്, പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത്തരത്തിൽ കോവിഡ് വാക്സിൻ കിട്ടുന്ന മുറയ്ക്ക് സൗജന്യമായി തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ ഇതൊരു വളരെ കോസ്റ്റ്ലി അഫെയർ ആണ് എന്നുള്ളത് ശരിയാണ്. അത് ഈ കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, കോവിഡ് വാക്സിൻ ലഭ്യമാകുന്നതിന് ഇപ്പൊ എന്താണ്, ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും കോട്ട നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനിയിപ്പോ എന്താണ്, 2 കമ്പനികൾ മാത്രമാണ്, അത് 2ഉം പൊതുമേഖലാ കമ്പനികളല്ല, ആ കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വിവിധ സംസ്ഥാനങ്ങൾ അത്തരത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ വരുന്ന നിലപാടെന്നുള്ളത് കണ്ടാണ് അറിയേണ്ടത്. വാസ്തവത്തിൽ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ വാക്സിന്റേതായിട്ടുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇത് സമയബന്ധിതമായി സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് സൗജന്യമായി എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടതാണ്. ഞാനിപ്പോ ഈ ഒരു ചർച്ചയിലാണെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ, വാക്സിനുകൾക്ക് അത്തരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണല്ലോ, അത് വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ടതായ നിലയിലേക്കാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇനി പോളിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ 2 കാലിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അങ്ങനെ ഈ ജന്മന അംഗവൈകല്യം ഇല്ലാതെ അത്തരത്തിൽ ജനിച്ചു വളരുന്ന നിലയിലേക്ക് വരണമെങ്കിൽ ഈ പൾസ് പോളിയോ ഏർപ്പാട് വരെ അത് കച്ചവടമായി മാറുന്ന നിലയിലേക്ക് പോകും. അതൊന്നും ശരിയല്ല. ഞാനതിന്റെ രാഷ്ട്രീയമായ മാനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ കേരളത്തിലായാലും ലോകത്തിൽ എവിടെ ആയിരുന്നാലും ശരി തന്നെ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം, ആരോഗ്യ സൗകര്യങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, ഇതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി ഇപ്പോ നമ്മുടെ ഡോക്ടർമാരെല്ലാം, ഇപ്പൊ ഡോക്ടർ സന്തോഷ് കുമാർ ഉൾപ്പെടെ എല്ലാം ഇപ്പോ നിൽക്കുന്ന എന്താണ്, നേരത്തെ നമ്മൾ ഡിലേ ദ പീക്ക് എന്നുള്ളതിൽ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ ക്രഷ് ദ കർവ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു സേഫായ ഒരു യാത്ര അങ്ങനെ തന്നെ നമ്മൾ എത്തണം. ഒരു അന്തർവാഹിനിയിൽ, ഒരു സബ്മറൈനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് സങ്കല്പിച്ചാൽ ആ സബ്മറൈനിൽ ഉള്ള യാത്രക്കാരെല്ലാവരും അത്തരത്തിൽ കൃത്യമായി ഏകോപനത്തോടു കൂടിയ കോർഡിനേറ്റഡ് ആയിട്ടുള്ള, കോഷ്യസ് ആയിട്ടുള്ള, റൗണ്ട് ദ ക്ലോക്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മാത്രമേ. അതാണ് അവിടെ പക്ഷേ ശ്രീ സമ്പത്ത്, എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സമ്പത്ത്, അവിടെ ഈ KGMOയെയും IMAയും പോലുള്ള സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ പൂർണ്ണമായിട്ടൊന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ, പരിശോധിക്കുക പോലും ചെയ്യാതെ തള്ളിക്കളയുക എന്നതുണ്ടാകുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെയാണെങ്കിൽ അത് ദോഷമായിരിക്കില്ലേ? ഇന്നിപ്പോ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ളവരുമായും ഭരണരംഗത്തുള്ളവരുമായും എല്ലാം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹം 7 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചത്. ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുക, എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെമ്പാടും അത് ചെയ്തേ മതിയാവും. അത് കേരളത്തിന് മാത്രമായി വിട്ടുനിൽക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഒരിടവും ഇതിൽ നിന്ന് സുരക്ഷിതമല്ല. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്കിപ്പോ ഉള്ളത് സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ ഇപ്പൊ തൽക്കാലം കഴിയുന്നു എന്ന് തോന്നിയാൽ പോലും ഇവിടെ തൊട്ടപ്പുറത്ത് ബംഗളൂരു ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മുംബൈ ഉൾപ്പെടെയുള്ള, അതല്ല എങ്കിൽ അപ്പുറത്ത് ചെന്നൈ ഉൾപ്പെടെയുള്ള ആ നഗരങ്ങളെല്ലാം ഉള്ള സംസ്ഥാനങ്ങളും, അതിന്റെ അപ്പുറത്തേക്ക് ഇൻഡോറും ഭോപ്പാലും അഹമ്മദാബാദും അങ്ങോട്ടേക്കുള്ള ആ നഗരങ്ങളുള്ള സംസ്ഥാനങ്ങളും, എന്തിന് നാഷണൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിലുമെല്ലാം ഉള്ള അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. അത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയാൽ ഡൽഹിയിലൊക്കെ ഇപ്പൊ നടക്കുന്നത് എന്താണ്, ഈ കോവിഡ് ബാധിച്ചവരുടെ ശവശരീരങ്ങൾ വാരിക്കൂട്ടിയിട്ട് കത്തിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണല്ലോ ഈ മാധ്യമങ്ങളിൽ കൂടി വരുന്നത്. അതൊന്നും വ്യാജവുമല്ലല്ലോ.
ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഒന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പലരോടും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടും പലരും വിളിച്ചു ചോദിക്കുന്നില്ലേ, എന്റെ ബന്ധു മരണപ്പെട്ടു പോയി, ഡൽഹിയിലേക്ക് ഒന്ന് പോയി അവസാനം ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ളത്. ഇന്നത്തെ നമ്മളിപ്പോൾ ഒരു നോർമലായ ഒരു സ്ഥിതിയിലല്ല, പക്ഷെ നമുക്ക് ജീവിച്ചേ മതിയാവും. നമ്മൾ പഴയ ഒരു 1.5 കൊല്ലത്തിന് മുമ്പുള്ള വാട്ട് വാസ് നോർമൽ ദെൻ, അതല്ല ഇപ്പോഴത്തെ നോർമൽ എന്നുള്ളത് അവർ മനസ്സിലാക്കിയാലേ മതിയാവും. ഞാൻ തുടർന്ന് ക്ഷമിക്കണം ശ്രീ സമ്പത്ത്, ഞാനൊന്ന് മറ്റുള്ളവരിലേക്ക് പോകണം, അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഞാൻ താങ്കളിലേക്കാണ് വരിക. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. മതിയായ സമയവും തന്നുകൊള്ളാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം അതിനടക്ക് വന്നതുകൊണ്ടാണ്. ഇടവേളയിലേക്ക്. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഈ വാക്സിൻ സൗജന്യമായിട്ട് നൽകാനാവില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് 22 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ആളുകൾ ചേർന്ന് കേരളത്തിൽ സംഭാവന ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 22 ലക്ഷം രൂപ സഹജീവികൾ ഈ സാഹചര്യത്തിൻ്റെ ഗൗരവാവസ്ഥ പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുചെന്നിട്ടു. പക്ഷേ BJPയും കേന്ദ്ര സർക്കാരും ആ നിലക്ക് സംസ്ഥാനത്തെ കാണുന്നില്ല എന്ന വിമർശനവും പല കോണിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം എന്താകും? അല്ല, അപ്രതീക്ഷിതവും അതിഭയാനകവുമായ ഒരു പാൻഡമിക്കിന്റെ മുമ്പിലാണ് സനീഷ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇത്തരം ഒന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് PPE കിറ്റുകളോ, ആവശ്യത്തിന് മാസ്കുകളോ, ആവശ്യത്തിന് വെന്റിലേറ്ററുകളോ, ആവശ്യത്തിന് ഓക്സിജനോ ഇല്ലാത്ത ഒരു രാഷ്ട്രം 6 പതിറ്റാണ്ടിന് ശേഷം അധികാര കൈമാറ്റം നടന്നപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ എത്ര ദ്രുതഗതിയിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. PPE കിറ്റുകൾ ആവശ്യത്തിന്, മാസ്കുകൾ ആവശ്യത്തിന്, കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് 100 കണക്കിന് വെന്റിലേറ്ററുകൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ഈ ഗവൺമെന്റ് വളരെ മുന്നോക്കമായിരുന്നില്ലേ? കേരളത്തോട് മാത്രമായിട്ട് ഇത്തരം ഒരു രാഷ്ട്രീയ വിവേചനം കാണിച്ചതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, തൊട്ടു മുമ്പ് വേണ്ടത്ര ഗൗരവത്തോടെ ഈ വാക്സിനോട് പോലും നമ്മൾ സമീപിച്ചിരുന്നുവോ? ആദ്യഘട്ടം കേന്ദ്ര ഗവൺമെന്റ് വാക്സിൻ പരീക്ഷണങ്ങളും അതിന്റെ പുറത്തുവിടലും നടന്നപ്പോൾ കേരളം എങ്ങനെയാണ് പ്രതികരിച്ചത്? പരിഹസിക്കുകയായിരുന്നില്ലേ നമ്മൾ? വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടന്നിട്ടില്ല, വേണ്ടത്ര പരിശോധനകൾ നടന്നിട്ടില്ല, ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്ന് വിലപിച്ചവരും രാഷ്ട്രീയമായി എതിർത്തവരും ഇപ്പൊ പറയുന്നത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇന്ത്യ ഗവൺമെന്റ് ഇതിന് സൗജന്യമായി കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കുന്നതിന്റെ മുമ്പ്, ഇതിന് വില നിശ്ചയിക്കുന്നതിന് മുമ്പ് കേരളം പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ നൽകും. കേന്ദ്രം വില ഈടാക്കിയാൽ പോലും കേരളത്തിന് അത് പ്രശ്നമല്ല, ബജറ്റിൽ തുക വകയിരുത്തി. എന്നിട്ടും കേന്ദ്രം പറയുന്നത് എന്താണ്? ഇതിന്റെ ഉൽപാദനത്തിനുള്ള പരിമിതി നമുക്കറിയാം. ഇപ്പൊ തന്നെ നേരത്തെ ഡോക്ടർമാർ പറഞ്ഞു കേരളം പരിശോധിക്കാനുള്ള സൗകര്യങ്ങളില്ല. വാക്സിൻ തന്നു കഴിഞ്ഞാൽ എത്ര കേന്ദ്രങ്ങളാണ് സനീഷ ഇപ്പൊ നമുക്കുള്ളത്? ഈ എത്ര കേന്ദ്രങ്ങളിലൂടെ ഒരു ദിവസം എത്ര പേർക്ക് പരമാവധി കൊടുക്കാൻ സാധിക്കും? ഗവൺമെന്റിന്റെ കണക്ക് തന്നെ പറയുന്ന ഒരാഴ്ചയിൽ 1,20,000 മുതൽ 1,80,000 വരെയാണ് മെഗാ ക്യാമ്പുകൾ പോലും വെച്ചിട്ട് നമുക്ക് ഉണ്ടായി കൊടുക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യഘട്ടം നമ്മൾ ഭയപ്പെട്ടിരുന്നത് ഇത് പ്രായമായ ആളുകളെയാണ് കൂടുതൽ ബാധിക്കുക, അതുകൊണ്ട് ആദ്യഘട്ടം 60 വയസ്സ് കഴിഞ്ഞവർക്ക് അത് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടാമത് അല്പം കൂടെ താഴ്ത്തിയത് ഇപ്പൊ 45 വയസ്സ് വരെ ഉള്ളവർക്ക് കൂടി കൊടുക്കാനുള്ള ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരു നയാ പൈസ പോലും തരാതെ കേന്ദ്രം തരാമെന്ന് തയ്യാറായി. ഇതിനപ്പുറത്തേക്ക് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ലഭ്യതയ്ക്കനുസരിച്ച് വാക്സിൻ വിതരണം ചെയ്യാൻ കേന്ദ്രം തയ്യാറല്ലേ? പകരം ഞാനൊന്ന് ചോദിക്കുന്നത്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കാണിച്ച മാതൃക കേരളത്തിന് മാത്രമായിട്ട് എന്താണ് ഇത്ര വലിയ പ്രത്യേകത നമ്മൾ ചർച്ചയ്ക്കും ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ കേരളത്തിലെ ജനസംഖ്യ 3,46,00,000 20,42,00,000 UPയിലെ ജനസംഖ്യ. നമ്മൾ മനസ്സിലാക്കണം. ഉത്തർപ്രദേശ് പറയുന്നു അവിടുത്തെ 18 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകൾക്കും കേന്ദ്ര ഗവൺമെന്റ് തരുന്നതിനപ്പുറത്തേക്കുള്ള മുഴുവൻ തുകയും സംസ്ഥാനം വഹിച്ചുകൊണ്ടത് ചെയ്യാൻ തയ്യാറാണ്. ആസാം 3,09,00,000 ആസാമിലെ ജനസംഖ്യ. ആസാമിലെ ഗവൺമെന്റ് അത് കേവലം വാചകമടിക്കുക മാത്രമല്ല, അവർ അതിന്റെ ഓർഡർ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട സമയമാണോ ഇത്? അല്ല, അവിടെ രാഷ്ട്രീയം മാത്രമാകുമോ? ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഈ അസമും UPയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ കേരളവും ചെയ്യും എന്നാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ 35,000 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ച കേന്ദ്ര സർക്കാർ ഈ വാക്സിനേഷന് എന്ന് തന്നെ പറഞ്ഞ് മാറ്റിവെച്ച കേന്ദ്ര സർക്കാർ അത് സൗജന്യമായി നൽകേണ്ടതായിരുന്നില്ലേ? രാജ്യത്തിന് എത്രയോ വർഷമായിട്ടുള്ള ഈ വാക്സിനേഷൻ പോളിസി വാക്സിൻ സൗജന്യമായി നൽകുക എന്നുള്ളതാണ്. അത് കേന്ദ്രം ഏറ്റെടുക്കേണ്ടത് തന്നെയല്ലേ? അത് സനീഷ, കേന്ദ്രം ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്രം തരില്ലെന്ന്. ഇപ്പോൾ ലഭ്യമായ നമ്മുടെ കരാർ പ്രകാരം നമുക്ക് കിട്ടുന്നത് പകുതിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകാം. ഇനി അതല്ല, സംസ്ഥാനങ്ങൾക്ക് കുറെ കൂടെ ദ്രുതഗതിയിൽ നീങ്ങേണ്ടതുണ്ട്.
പബ്ലിക് സെക്ടർ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റും ഗവൺമെന്റ് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ വേഗത കൈവരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഞാൻ സനീഷിനോട് പറയാമല്ലോ, കേരളത്തിലെ ധനകാര്യമന്ത്രി കുറച്ചു മുമ്പ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്കുള്ള പണമല്ല പ്രശ്നം, ബജറ്റിൽ ഞങ്ങൾ വകയിരുത്തി കഴിഞ്ഞിരിക്കുന്നു കേരളം ഇതിനുള്ള തുക. ഞാൻ ധനകാര്യമന്ത്രിയുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾക്ക് വാക്സിൻ കിട്ടിയാൽ മതി, പണം കേരളത്തിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ ഈ വാദഗതിയിലേക്ക് പോകുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമല്ലാതെ നമ്മൾ എന്താണ് കാണേണ്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമാണോ? ഓക്സിജനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ മാസം ജനുവരി മാസത്തിൽ തന്നെ 20 സംസ്ഥാനങ്ങളോട്, കേന്ദ്രത്തെ കുറിച്ച് നമ്മൾ കുറ്റം നമ്മൾ മനസ്സിലാക്കണം, 20 സംസ്ഥാനങ്ങളുടെ ലഭ്യതയെക്കുറിച്ചുള്ള കണക്കുകൾ ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചു. ഈ വിവാദം വന്നതിന് ശേഷം ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. സനീഷ, ഞാൻ താങ്കളുടെ അറിവിലേക്ക് വായിക്കാം. 20 സംസ്ഥാനങ്ങളിലെ കണക്ക് പ്രകാരം ഒരു ദിവസം ആവശ്യമുള്ളത് 6785 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജൻ ആണ്. ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞ് സമയം കളയുന്നില്ല. അത് സ്വകാര്യ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് അവശ്യ സർവീസുകൾക്കെതിരെ ഓക്സിജൻ വിതരണം നിർത്തണം, കയറ്റുമതി അവസാനിപ്പിക്കണം, ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കണം. കേന്ദ്ര റെയിൽവേ പ്രത്യേക ഓക്സിജൻ തീവണ്ടികൾ ഓടിക്കാൻ തയ്യാറായി. കേരളത്തിന്റെ കണക്ക് പ്രകാരമുള്ള ആവശ്യത്തിന് പുറമെ കേരളത്തിനോട് പോലും ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ. ഞാൻ താങ്കളിലേക്ക് വരാം. അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും അക്കാര്യത്തിൽ പ്രതിസന്ധി പല സംസ്ഥാനങ്ങളിലും ഉണ്ടായത് ഈ വിതരണ ശൃംഖലയുടെ പ്രശ്നമായിരിക്കില്ലേ, വിതരണത്തിലെ വന്ന പിഴവായിരിക്കില്ല എന്ന ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം ഒന്നുകൂടെ. ഡോക്ടർ ലാൽ കുറച്ചു നേരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒന്ന് താങ്കളിലേക്ക് വരാം. 162 ഓക്സിജൻ യൂണിറ്റുകൾ തുടങ്ങാൻ 201.58 കോടി രൂപ കേരളത്തിൽ നൽകി. സനീഷ, നിങ്ങൾ ശരി, അത് ഞാൻ ചേർത്ത് ശ്രീ സമ്പത്തിനോട് ചോദിച്ചുകൊള്ളാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ലാൽ, ഇവിടെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താവുന്ന ഒരു സാഹചര്യമാണോ? ഇതിപ്പോൾ പല അന്താരാഷ്ട്ര സംവിധാനങ്ങളോട് ചേർന്നിട്ട് ഈ ഉണ്ടാക്കുന്ന സംഗതികളല്ലേ ഈ വാക്സിനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിർമ്മാതാക്കൾക്ക് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതായി വരികയില്ലേ കേന്ദ്ര സർക്കാരിന്? അത് പൂർണ്ണമായിട്ടും വാങ്ങിയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുക എന്നൊന്നും എളുപ്പമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയില്ലേ? 2 നിർമ്മാതാക്കൾ മാത്രമുണ്ടായിരിക്കെ അവരുടെ നിർദ്ദേശങ്ങൾക്ക് കൂടെ വഴങ്ങിയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യം വരുമ്പോൾ കേന്ദ്രത്തിന് എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകാം എന്ന നിലപാട് സ്വീകരിക്കാനാകുമോ ഡോക്ടർ ലാൽ? ഇതിനകത്ത് സൗജന്യ വിഷയമുണ്ട്, ഏകോപനത്തിന്റെ വിഷയമുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം ഒരു വലിയ മഹാമാരിയെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങള് രോഗം വന്ന് കോവിഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനം പ്രതി രോഗികൾ ഉണ്ടാകുന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ മുന്നിൽ മരിച്ചു വീഴുമ്പോഴല്ല ഈ വാക്സിന്റെ കാര്യത്തിൽ പുതിയ നയങ്ങൾ കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇപ്പൊ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും എളുപ്പ മാർഗത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വാക്സിൻ ഇന്ത്യ മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഇതിൻ്റെ ഇടയിൽ 50% മാർക്കറ്റിലേക്കും സ്വകാര്യ മേഖലയിലേക്കും ഒക്കെ തീരുമാനമെടുത്തത് അത് തെറ്റാണ്, തെറ്റായ നയമാണ്. ഞാൻ വിചാരിച്ച 24 മണിക്കൂറിനകത്ത് തിരുത്തുമെന്നാണ്. ഒന്നാമത് നമുക്ക് ആവശ്യത്തിന് വാക്സിൻ ഇല്ല. അതിൻ്റെ ഇടയിൽ ഈ കുറച്ച് പകുതി വാക്സിനുകൾക്ക് വില ഈടാക്കുക എന്നും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് ഇക്വിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ നാട്ടിലെ പാവപ്പെട്ടവന് കൃത്യമായിട്ട് വാക്സിൻ എത്തുന്നതിനുള്ള സാഹചര്യം കുറയ്ക്കുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഉൽപാദന കപ്പാസിറ്റി അതിന്റെ കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇനി ഒരു 7-8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഉൽപ്പാദനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വാക്സിൻ എല്ലായിടത്തും എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ. അപ്പൊ അതിനിടയിൽ 50% സർക്കാർ വഴി മറ്റ് 50% മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് വാങ്ങാമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്തു. ഇവിടെയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരാണ് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ക്ഷയരോഗത്തിന്റെ ആയാലും HIV-യുടെ ആയാലും നമ്മുടെ കുഷ്ഠരോഗത്തിന്റെ ആയാലും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്ത് അത് സെൻട്രൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് അവിടുന്ന് ജില്ലാ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് പോയിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ എത്തിക്കുകയാണ്. ഒരൊറ്റ ശൃംഖലയാണ്. അതിനകത്ത് സ്വകാര്യം മാത്രമല്ല, ഈ മേഖലയിലൊക്കെ സ്വകാര്യ മേഖല ചെയ്യുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് അറിയാൻ പറ്റാതെ പോയതുകൊണ്ടും നോട്ടിഫൈ ചെയ്യാത്തതുകൊണ്ടും അത് പലപ്പോഴും അശാസ്ത്രീയമായി പോകുന്നതുകൊണ്ടും പല ഘട്ടങ്ങളിലും ഗവൺമെന്റ് തലവേദനയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ്, പ്രത്യേകിച്ച് വാക്സിൻ അല്ലെങ്കിൽ ഇതുപോലത്തെ മാരകമായ രോഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് ഒറ്റ യൂണിറ്റായിട്ട് കാണും. ഇത് അനാവശ്യമായിട്ടുള്ള അനാരോഗ്യകരമായ മത്സരങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകും. നമുക്ക് തന്നെ അറിയാം, ചില സംസ്ഥാനങ്ങൾ സ്വാധീനം കൂടുതലുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും സ്വാധീനം കൂടുതൽ. അത് ഏത് പാർട്ടി സംഭവിക്കും.
അപ്പൊ അത്തരം ഘട്ടത്തിൽ ഇതൊരു മാർക്കറ്റിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവിടെ കടിപിടി കൂടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുതായിരുന്നു. പിന്നെ സ്വകാര്യ മേഖലയിലേക്ക് പൈസ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്ക് അവിടെ ദരിദ്രന് ഫ്രീ എന്ന് പറയുന്നില്ല. ഇപ്പൊ വാക്സിൻ എല്ലാവർക്കും എല്ലായിടത്തും ഫ്രീ വേണമെന്ന് ഞാനും പറയുന്നില്ല. കാരണം ഒരു ഗവൺമെന്റിനും പറ്റില്ല. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് മുഴുവൻ വാങ്ങാൻ പോകുന്നതെന്ന് പറയുന്നതും അതൊരു അബദ്ധമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഈ മരം കുലിക്കാൻ കിട്ടുന്നതല്ല പണം ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള പണം നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ പോയി ടെസ്റ്റ് എടുത്തത് പ്രൈവറ്റ് ആശുപത്രി, എനിക്ക് ശമ്പളമുണ്ട്. ഞാൻ പോയി ഗവൺമെന്റ് ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റിന്റെ ചിലപ്പോൾ ആ സൗകര്യം ലഭിക്കാവുന്നതിന് പാവപ്പെട്ടവനായി ഈ ഒരു പേ ചെയ്യാൻ പറ്റുന്നവരും തയ്യാറുള്ളവരും കൊണ്ട് പേ ചെയ്തോട്ടെ. പക്ഷെ ഇതിന്റെ ഇടയിൽ സ്വാധീനമില്ലാത്തവരും പാവപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെടും. അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അതാണ് വളരെ വ്യക്തമല്ലേ ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ ഇത് ആ ഒരു കാര്യം. അതായത് നേരത്തെയും ഇത്തരം സമാനമായ സാഹചര്യങ്ങൾ ഇത്രക്ക് വലുതല്ലെങ്കിലും കടന്നു പോകുന്ന രാജ്യമാണല്ലോ. ഒരൊറ്റ ശൃംഖല വഴിയാണ് ഡോക്ടർ ലാൽ അത് വിശദീകരിച്ചു. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കടന്നിരുന്നത്. ഇതിപ്പോൾ ഈ 1 ഇന്ത്യ 1 ടാക്സ് തുടങ്ങിയിട്ട് 1 ഇന്ത്യ 1 ഇലക്ഷൻ വരെ പറയുന്ന ഒരൊറ്റ രാജ്യം ഒരൊറ്റ കേന്ദ്രം എന്ന നിലക്ക് രാഷ്ട്രീയമായിട്ട് പറയുന്ന ആളുകൾ ഇത്രക്ക് വലിയൊരു പരിതാപകരമായ അവസ്ഥയിൽ നമ്മൾ ഗുരുതരാവസ്ഥയിൽ എത്തിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തം വിട്ടുകൊടുത്ത് കയ്യും കെട്ടിയിരിക്കുന്നു എന്ന വിമർശനം വരുമ്പോൾ ചെറുതല്ല അത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അല്ല, സനീഷിനെ പോലെ ഒരാൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പൂർണ്ണമായി എവിടെയാണ് സംസ്ഥാനത്തിന് കൈമാറിയിരിക്കുന്നത്? സനീഷെ, കേന്ദ്രം പറഞ്ഞല്ലോ ഇത്രയും ഞങ്ങൾ തരാം, അതിന്റെ വിതരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആരാ? ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം കോവാക്സിൻ അതിന്റെ ഒരു പോർട്ടൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അതില് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ നയം രൂപീകരിക്കുന്ന സംസ്ഥാനമാണോ കേന്ദ്രമാണോ? നേരത്തെ എന്റെ സുഹൃത്ത് ഡോക്ടർ ലാൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സൗജന്യത്തിന് അർഹനാണോ? സത്യത്തിൽ കേരളത്തിൽ ഇക്കാലം അത്രയും നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിതരണത്തിൽ നമ്മൾ വേണ്ടത്ര ജാഗരൂകരായോ? ആളുകൾ ഇത് വന്ന സമയത്ത് ഇപ്പോഴാണല്ലോ നമ്മളൊക്കെ വാക്സിനെ കുറിച്ച് പറയുന്നത്. ഞാൻ വാക്സിൻ എടുക്കാൻ പോയ സമയത്ത് ആശുപത്രികളിൽ എടുക്കാൻ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നില്ല, പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. രജിസ്റ്റർ ചെയ്ത് പോയ എന്റെ മുമ്പിൽ അനുഭവം എന്താ? പാകുന്നവനെ വഴി കൂടെ പാകുന്നവനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ആദ്യഘട്ടത്തിൽ. ഇതൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടായതല്ലേ? ആ സമയത്ത് ഗവൺമെന്റ് പറഞ്ഞു ഇത് മുഴുവൻ ഞങ്ങൾ മെല്ലെ മെല്ലെ ലഭ്യത നൽകാം. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഭയാനകമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് പറഞ്ഞു ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്. ഈ സാഹചര്യത്തെ നേരിടാൻ കേന്ദ്ര ഗവൺമെന്റ് മാത്രമായി പരിശ്രമിച്ചാൽ പോരാ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ജയേന്ദ്രൻ മാസ്റ്റർ, താങ്കളും പ്രതീക്ഷിക്കുന്നത് ഈ താൽക്കാലികമായതാണ്, പൂർണ്ണമായിട്ടും സൗജന്യം എന്ന നിലയിലേക്ക് തന്നെ സർക്കാർ കേന്ദ്രം തീരുമാനമെടുക്കും പിന്നീട് എന്നാണ് അല്ലേ? എന്താണ് ആ കാര്യത്തിൽ സംശയിക്കേണ്ടത്? കാരണം മറ്റു പല കാര്യങ്ങളിലും കേന്ദ്രം ഈ സമയത്തൊക്കെ ചെയ്തത് തന്നെയല്ലേ യുദ്ധകാലാടിസ്ഥാനത്തിൽ. ഓക്സിജനെ കുറിച്ച് പറഞ്ഞു താങ്കൾ നേരത്തെ. ഓക്സിജന് വേണ്ടിയിട്ട് ജനുവരിയിൽ തന്നെ ലഭ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എക്സ്പ്രസ് തീവണ്ടികളിലൂടെ അത് നോൺ സ്റ്റോപ്പ് തീവണ്ടികൾ എത്തിക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കി. ഇത് അപ്രതീക്ഷിതവും അതിഭയാനകവുമായി ഉണ്ടായ സാഹചര്യത്തെ ലഭ്യമായ സാഹചര്യത്തിന് അനുസരിച്ച് നേരിടുകയല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യാനുള്ളത്. അതിൽ കൂടെ ഇരുന്ന് കൈകോർത്ത് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയപരമായി മാത്രം കാര്യങ്ങൾ. അതാണ് ശ്രീ സമ്പത്ത്, ഞാൻ തിരിച്ചു വരാം ശ്രീ ജയേന്ദ്ര മാസ്റ്റർ താങ്കളിലേക്ക്. നമ്മുടെ സമയം അങ്ങനെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ശ്രീ സമ്പത്ത്, ഇത് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ കാണുന്നത് കേരള സർക്കാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്, CPM ആണെന്ന്. ഞാനിപ്പോ അദ്ദേഹം എന്നേക്കാൾ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ആ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ. ഇത് ഈ കോവിഡ് വാക്സിൻ സമയത്ത് കോവിഡ് വാക്സിൻ അത് ലഭ്യമാക്കുന്നില്ല, വാക്സിൻ നൽകുന്നില്ല എന്നുള്ളതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യമാണ് അതാണ് എന്ന് പറഞ്ഞ് പച്ചവെള്ളം കുത്തിവെക്കുന്നത്. അതുപോലെയാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് സത്യവുമായി യാതൊരു വിധത്തിലും നിരക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഈ കേരളത്തിൽ പെർ മില്യൺ ടെസ്റ്റിംഗ് എന്നുള്ളത് 4,15,459. രാജസ്ഥാനിലെ ഏറ്റവും കൂടുതലത്തെ കണക്ക് പെർ മില്യണിന് 1,03,115. ഈ ഗുജറാത്തിൽ അത് 2,42,594. ഈ 2 സംസ്ഥാനങ്ങൾ ഞാൻ ഒടുവിൽ പറഞ്ഞതിനേക്കാൾ ചെറിയ സംസ്ഥാനമാണ് കേരളം. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഞാൻ ഈ പറഞ്ഞ ഇത്രമാത്രം പെർ മില്യൺ ടെസ്റ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഞങ്ങളാരുമല്ല. ഈ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തന്നെ നടക്കാനായി ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള നിലയിലേക്ക് ചിലർ നടക്കുന്നെങ്കിൽ മറ്റൊന്നും പറയാനില്ല. ഇന്ന് രാവിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി കാര്യാലയത്തിന്റെ അവരുടേതായ പുറത്തുവിട്ടതായ കണക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ വ്യാപനം പുതുതായി ഉണ്ടായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ മരണം ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള 10 സംസ്ഥാനങ്ങളുടെ പട്ടിക ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ളതുണ്ട്. അതിൽ നിൽക്കുന്നത് മഹാരാഷ്ട്ര, ഡൽഹി, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്. ഇനി ഞാൻ ഈ പറഞ്ഞത് മരണനിരക്കാണ്. അടുത്ത ഇത് രോഗികളുടെ നിരക്കിനെ സംബന്ധിച്ച് സനീഷിന്റെ കയ്യിൽ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക, കേരള, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ
ഇതിൽ തന്നെ എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിൽ ആ മരണനിരക്കിന്റെ കാര്യത്തിൽ ഈ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളമില്ല. ഈ വ്യാപനത്തിന്റെ കാര്യത്തിൽ 10 സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്തിട്ടുള്ളതിൽ 5ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാനൊന്നും അങ്ങനെ ഞാൻ അതുകൊണ്ട് അങ്ങനെ നൽകുകയൊന്നുമല്ല. നമ്മൾ ഇതിനെ തടഞ്ഞേ മതിയാവും. ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വാക്സിൻ വേസ്റ്റേജിൽ 0% ആയ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരു വീൽ പൊട്ടിച്ചാൽ ലാലേ ഒരു വീലിൽ നിന്ന് 10 ഇഞ്ചക്ഷൻ അങ്ങനെയാണല്ലോ കൊടുക്കേണ്ടത്. അങ്ങനെ ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ 0% വേസ്റ്റേജ് ആയുധത്തിൽ. ഇത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനമാണ്. ഇതൊന്നും തന്നെ കണ്ടു എന്ന് കേട്ടു എന്ന് നടിക്കാൻ പോലും പലരും തയ്യാറല്ല. ഇനി ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത നിലപാട് എന്താണ്? നിങ്ങളിത് വില ഈടാക്കിയാലും അല്ല വില ഈടാക്കിയില്ല എങ്കിലും അതാണ് ആ നിലക്ക് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ ഇവിടെ വില ഈടാക്കിയാലും ഈടാക്കിയില്ലെങ്കിലും ഒക്കെ കേരളം ചെയ്യേണ്ടത് ചെയ്യും എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഉറപ്പ് കേരളത്തിന് നൽകാൻ പറ്റില്ലേ? താങ്കൾ ഇപ്പോൾ പറഞ്ഞ ശുഭാപ്തി വിശ്വാസ പ്രകടനം നടത്തിയല്ലോ. അതായത് ഈ ആദ്യത്തെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സൗജന്യം നൽകുക, റീഇംബേഴ്സ് ചെയ്യുക പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറെ കൂടെ ആശ്വാസകരമായിരിക്കില്ലേ ഈ ഘട്ടത്തിൽ? സനീഷ, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തോട് മാത്രമായിട്ട് എന്ത് വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്നത്? മാത്രമല്ല, കേരളമല്ലേ കേന്ദ്രം ഇതിന് വില നിശ്ചയിക്കുന്നതിന് മുമ്പ് എടുത്തു ചാടി പറഞ്ഞു ഞങ്ങൾ സൗജന്യമാക്കും, ബജറ്റിൽ തുക വകയിരുത്തി. അത് അവരുടെ ബാധ്യതയല്ലേ കൊടുക്കുക എന്നുള്ളത്? ഇത് പറയാത്ത ആളുകൾ പോലും കൊടുക്കുന്നു. ആസാം 1 കോടി വാക്സിൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു സനീഷേ. 20 കോടി ജനസംഖ്യയുള്ള പിന്നെ UP ചെയ്തു കഴിഞ്ഞു. പക്ഷെ ചില പിശകുകൾ എന്റെ സമ്പത്തിന് ചൂണ്ടിക്കാണിക്കാൻ നിർവാഹമില്ല സർ. കേന്ദ്രം പുറത്തുവിട്ട കണക്ക് പ്രകാരം അല്പം മരണനിരക്ക് കുറഞ്ഞു എന്നതിന് നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ അല്പമൊന്നുമല്ല. സമ്പത്തെ നിങ്ങൾ നേരത്തെ അഹങ്കരിച്ചത് എന്തായിരുന്നു? വിദേശത്തുനിന്ന് അവാർഡുകളടക്കം നേടി ഞങ്ങൾ പിടിച്ചുകെട്ടി എന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ ആ വാദഗതി നിന്നല്ലോ. ഞാൻ അതിൽ ആഹ്ലാദിക്കുകയല്ല. താങ്കൾ ഈ അമിത അവകാശവാദങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് നേരിട്ട് കേരളത്തിൽ എത്രയാ? അല്ല ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, നമ്മളെല്ലാം മലയാളികളല്ലേ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? അതെ, ഇപ്പോൾ അവര് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു നിലയിൽ നിൽക്കുകയാണ് എന്നത് ഒരു വസ്തുത തന്നെയല്ലേ ശ്രീ? ഇവിടെ ആളുകൾ ഓക്സിജന് വേണ്ടി കരയുന്ന എത്ര ദൃശ്യങ്ങളാണ് നമ്മുടെ ഫോണിൽ വരുന്നത്. നമ്മുടെ നാട് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, നമ്മളെല്ലാം അക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയല്ലേ? അല്ലേ സനീഷ, ഈ താരതമ്യത്തിനെയാണ് ഞാൻ കേരളത്തെ യൂറോപ്പിനോട് കിടപിടിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ നേട്ടങ്ങൾ കഴിഞ്ഞത് കേരളത്തെ അദ്ദേഹം ആശ്വസിക്കാൻ വേണ്ടി UPയോടും മറ്റു സംസ്ഥാനങ്ങളോടും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് എത്രയാ? ഒരു ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട സംസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് സാധിച്ചോ? പുഴുവരിച്ച കോവിഡ് രോഗിയെ തിരിഞ്ഞു നോക്കാൻ ആളില്ലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കേരള കൗമുദിയുടെ ഒരു മുൻകാല ലേഖകൻ അനുഭവിച്ച പീഡനവും യാതനയും അദ്ദേഹം ഇപ്പൊ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഒറ്റപ്പെട്ട കാര്യങ്ങളെ നമ്മൾ പർവ്വതീകരിച്ച് സാർവത്രീകരിക്കരുത്. കേരളത്തിന്റെ മരണനിരക്കിനെ കുറിച്ച് അഭിമാനിക്കുമ്പോൾ കേരളത്തിലെ പോസിറ്റിവിറ്റി നിരക്ക്, സ്പ്രെഡിങ് റേറ്റ് എത്രയാണ്? വിദ്യാഭ്യാസപരമായിട്ടുണ്ടായിരുന്ന കേരളത്തില് IMA പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കണം, എനിക്ക് 3 പേരിലേക്ക് ഒന്നുകൂടെ പോകേണ്ടതുകൊണ്ടാണ്. നേരത്തെ ഒരു അല്പം സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സമ്പത്തിൽ നിന്ന് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ അവസരം നൽകാതെ തിരിച്ച് താങ്കളിലേക്ക് വന്നത്. ശ്രീ സമ്പത്ത്, താങ്കളത് പറഞ്ഞു വന്നത് തുടരുമോ? ഇത് ഈ കേരളത്തിന് വല്ലാത്ത തോതിൽ അങ്ങോട്ട് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. സനീഷേ, ഞാൻ അദ്ദേഹവുമായി ഒരു തർക്കത്തിനുമില്ല. കാരണം നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളെല്ലാവരും, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അയൽക്കാരും, നമുക്ക് അറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരുമായിട്ടുള്ളവരെല്ലാവരും ഈ COVID-19 മഹാമാരിയെ കടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രാഷ്ട്രീയ തർക്കത്തിന് ഇല്ല എന്നുള്ളതിനെ പറ്റി ഞാനിപ്പോ പറഞ്ഞത്. വേറൊരു കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കത്തെഴുതിയത് കേരളത്തിന് മാത്രമായി ഇളവ് നൽകണമെന്നല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ സൗജന്യമായി നൽകണമെന്നാണ്. കേരളത്തിന് മാത്രമായിട്ട് നൽകണമെന്നല്ല അദ്ദേഹം എഴുതിയത്. ഇവിടെ വാസ്തവത്തിൽ ഇന്ത്യൻ യൂണിയൻ എന്ന ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ ചുമതല എന്താണ്? ഈ കഴിഞ്ഞ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട് പാർലമെന്റിൽ പാസാക്കിയ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക ഈ പറയുന്നതായിട്ടുള്ള COVID-19 മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളതും സംബന്ധിച്ചുള്ള വിവരം എന്താണ്? ഇപ്പോ നമ്മൾ ഈ തർക്കത്തിലേക്കൊന്നും കൂടുതൽ പോകണ്ട. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ഇടപെട്ടിട്ടുണ്ട്.
4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ പറയേണ്ടി വരുന്ന ഒരു നിലയിലേക്കും അമിക്കസ് ക്യൂറിയായി തന്നെ ഒരു മുതിർന്ന അഭിഭാഷകനെ ആ വിധത്തിൽ നിയമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് ഇന്ത്യയുടെ ഫെഡറൽ ഗവൺമെന്റ്, ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാതെ വരുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ ജുഡീഷ്യറി ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്നുള്ളതല്ലേ അവസ്ഥ. ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ശ്രീ ഡോക്ടർ ലാൽ, ഇവിടെ കേരളത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളിൽ ഒരാളാണ് താങ്കൾ. യഥാർത്ഥത്തിൽ കേരളത്തിന് വന്നത് വലിയ വീഴ്ചകളാണോ? ഈ BJP നേതാക്കൾ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട, അല്ലെങ്കിൽ വല്ലാത്ത തോതിൽ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണോ ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടാകാത്ത ഒരു രാജ്യമോ സംസ്ഥാനമോ പ്രദേശമോ ഇല്ല. കാരണം ഇതൊരു പുതിയ വൈറസാണ്. ആദ്യം വന്നിടത്തൊക്കെ വലിയ വലിയ വീഴ്ചകളുണ്ടായി. അവരുടെ വീഴ്ചകൾ കണ്ടുപഠിച്ചിട്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരുത്തലുകൾ വരുത്തി. ഇപ്പൊ കേന്ദ്രമായാലും കേരളമായാലും അത് മറ്റ് രാജ്യങ്ങളും അങ്ങനെ ആയിരിക്കാം പലയിടത്തും. ഇവർക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇതുവരെ തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. തെറ്റ് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റില്ല. ഇപ്പൊ കേരളത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് എന്താണ്? ടെസ്റ്റുകൾ ആവശ്യം ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടാതെ കൊണ്ടുവരുന്ന രോഗം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പലരും പറഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ടെസ്റ്റ് കൂട്ടാൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് തള്ളിക്കളയും ചെയ്യും. തമിഴ്നാട്ടിൽ 100% RT-PCR കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ 75% ആന്റിജൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് കാരണം പല രോഗികളും കണ്ടുപിടിക്കപ്പെടാതെ പോയി. അപ്പൊ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും രാഷ്ട്രീയം പറഞ്ഞ മനസ്സിലാക്കാം. രാഷ്ട്രീയം അവർക്ക് പരസ്പരം പറയണം. പക്ഷേ ഈ തെറ്റുകൾ പറ്റി നമ്മൾ സമ്മതിക്കാതിരുന്നാൽ എന്തായാലും ചരിത്രത്തിൽ ശരിയായിട്ട് രേഖപ്പെടുത്തപ്പെടും. അത് വരും തലമുറയെ തിരിച്ചരിപ്പിക്കും. ടെസ്റ്റ് ചെയ്യാതിരുന്ന തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ട ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് കതിരിമേ വളം വയ്ക്കുന്നു. അപ്പൊ ആ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തെറ്റ് പറ്റിയിട്ടുണ്ട്. തുടക്കത്തിൽ ചാണകത്തിൽ കുളിച്ചാൽ അസുഖം മാറുമെന്ന് കേന്ദ്രമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തുടക്കത്തിൽ ICMR വരെ തള്ളിപ്പറയും, ICMR കൊണ്ട് വിഡിതം പറയിക്കുകയും ചെയ്തു. അപ്പൊ എല്ലായിടത്തും ബന്ധപ്പെട്ട അമേരിക്കയിൽ ട്രംപ് ഉൾപ്പെടെ, ട്രംപായിരുന്നു നമുക്കറിയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരാൾ, അദ്ദേഹം പോലും ശാസ്ത്രജ്ഞരെ കൂടെ നിർത്തിയിട്ടാണ് സംസാരിച്ചിരുന്നത്. ഡോക്ടർ ഫൗച്ചി സാംക്രമിക രോഗ വിദഗ്ധനെ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോഴും ആ സോക്കാൾ വിഡ്ഢി പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുമായിരുന്നു ആര് പറയുന്നതാണ് വിഡ്ഢിത്വം. ഇവിടെയും ICMR ആദ്യം മാറ്റി നിർത്തി, പിന്നെ അത് ഒരു പരിധി വരെ കേന്ദ്രം ശരിയായി. കേരളത്തിൽ ഇപ്പോഴും ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുകയാണ്. 15-16 മാസമായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടില്ല. ടെലിവിഷനിൽ കാണാത്തത് അവരെ വാതുറക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ശരിക്കും വിദ്യാഭ്യാസ ഈ തെറ്റുകൾ തന്നെയാണ്. ഇത് ആവർത്തിച്ച് പറയുന്നത് കേരളത്തിനെ ഇകഴ്ത്തി കാണിക്കാനൊന്നുമല്ല. കേരളത്തിന് അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കേരളത്തിൽ ഏത് മന്ത്രി വിളിച്ചാലും എന്റെ മന്ത്രിയാണ്. പക്ഷേ തെറ്റുകൾ തിരുത്തപ്പെടാതെ പോകുന്നതും തിരുത്തപ്പെടാതെ അവാർഡിന്റെ പുറകെ പോകുന്നതും തെറ്റ് തന്നെ. ശരി, അതാണ് തിരുത്തപ്പെടേണ്ടതാണ്. ഡോക്ടർ സന്തോഷ് കുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. 1 മിനിറ്റേ ബാക്കിയുള്ളൂ. ഡോക്ടർ സന്തോഷ് കുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞതിൽ ശരിക്കും ആശങ്കപ്പെടാനുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത് അവിടേക്ക് നമ്മൾ എത്തും എന്ന് താങ്കൾ, എത്തേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് താങ്കൾ ശരിയാം വിധം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ എത്താതെ നമ്മൾ ഇതുവരെ പാലിച്ചു പോകുന്ന ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഈ കോവിഡിൻ്റെ 2ാം ഘട്ടത്തെയും കടന്നു പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ അപകടമില്ലാതെ കടക്കാനാകുമോ നമുക്ക്? ഇപ്പോഴത്തെ ഒരു പ്രോഗ്രഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത, അതായത് ഈ പറയുന്ന ഒരു കേസുകളുടെ എണ്ണം 50,000 മുതൽ 60,000 വരെ പോകാതെ നമുക്ക് ആ ഒരു പ്രതിസന്ധിയുടെ കൂടെ കടന്നു പോകാതെ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ 5 ദിവസത്തെ പ്രോഗ്രഷൻ എടുത്ത് മാത്രം പരിശോധിച്ച് അറിയാം. ഓരോ ദിവസവും കൂടുന്നതിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഒരു ദിവസം 2,000 ആണെങ്കിൽ അടുത്ത ദിവസം 3,000, അടുത്ത ദിവസം 4,000, ഇന്നിപ്പോൾ ഈ 5,000 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇത് ഈ പീക്ക് എത്തുന്നത് വരെ ആ ഒരു സ്ലോപ്പ് സ്റ്റീപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം കൂടുന്നതിൻ്റെ എണ്ണം കൂടാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിനകത്തും പക്ഷേ നമുക്ക് ഇത് കുറയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ബാക്ക് ടു ബേസിക്സ് എന്ന സംഭവം തന്നെയാണ്. ഒന്ന് ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യുക. ഏറ്റവും പ്രധാനം ഈ ഈവൻസ്, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കാൻ കഴിയാത്ത രീതിയിൽ ആൾക്കാർ കൂടുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും കല്യാണം, ഈ പറഞ്ഞ മതപരമായ ചടങ്ങുകൾ, മരണം, വീട് പാല് കാച്ച്, അങ്ങനെ രാഷ്ട്രീയ ചടങ്ങുകൾ എല്ലാം വാസ്തവത്തിൽ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഇതിന്റെ സ്പ്രെഡ് എത്ര കണ്ട് കുറയ്ക്കാമോ അതൊക്കെ ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് മരണം കുറയ്ക്കുന്നതിനകത്ത് ICU ബെഡുകളുടെ എണ്ണവും വെന്റിലേറ്ററുകളുടെ എണ്ണവും അതുപോലെ തന്നെ അതിന്റെ ഹ്യൂമൻ റിസോഴ്സും
ഓക്സിജൻ സപ്ലൈയും. ഈ 4 കാര്യത്തിനകത്ത് അടിയന്തരമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രൈവറ്റ് മേഖലയെന്നോ സർക്കാർ മേഖലയെന്നോ ഇല്ലാതെ ഒരുമിച്ച് ഇടപെട്ടുകൊണ്ട് എന്റെ സമയം കടന്നുപോയതുകൊണ്ട് ക്ഷമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. രാഷ്ട്രീയമായ ചർച്ചകൾ അതുവഴിക്ക് നടക്കും. രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ ജീവനുള്ള മനുഷ്യരാണ്. ജീവിതം മുന്നിലുള്ളപ്പോഴാണ് ആ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ ചർച്ചകളായിട്ട് നിശ്ചയമായിട്ടും മാറാറ്. അതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള, ജീവിതത്തിൽ തുടരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന് ഡോക്ടർ സന്തോഷ് കുമാർ ഒടുവിൽ പറഞ്ഞു നിർത്തിയതുപോലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ആവർത്തിച്ച് സമ്മതിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയമായ ചർച്ചകൾ അതിൻ്റെ വഴിക്ക് നിശ്ചയമായിട്ടും നടക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരവരുടേതായ വീഴ്ചകൾ വരുന്നുണ്ട്, അവരവരുടേതായുള്ള ഉത്തരവാദിത്തം അവർ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് പാലിച്ച് നിർബന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വളരെ നന്ദി ഡോക്ടർ SS ലാൽ, ശ്രീ A സമ്പത്ത്, ഡോക്ടർ സന്തോഷ് കുമാർ, ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ